കരൂർ ആൾക്കൂട്ട ദുരന്തത്തിൽ ടി.വി.കെക്ക് തിരിച്ചടി. സംസ്ഥാന നേതാക്കളുടെ മുൻകൂർ ജാമ്യാപേക്ഷകൾ മദ്രാസ് ഹൈക്കോടതി തള്ളി. ടി.വി.കെ ജനറൽ സെക്രട്ടറി ബുസി കെ ആനന്ദ്, ഡെപ്യൂട്ടി ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് തള്ളിയത്. അന്വേഷണവുമായി സഹകരിക്കാൻ നേതാക്കൾക്ക് കോടതി നിർദ്ദേശം. ഷബ്ന സിയാദ് ചേരുകയാണ് വിവരങ്ങളുമായി. ഷബ്ന, അങ്ങനെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ്. ഇവർക്കെതിരെ ഇനി കൂടുതൽ നിയമ നടപടികളുമായി പോലീസിന് നീങ്ങാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അഖില, പ്രതിപട്ടികയിലുണ്ടായിരുന്ന ടി.വി.കെയുടെ ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ്, അതോടൊപ്പം തന്നെ മറ്റൊരു നേതാവായ സി.ടി. നിർമ്മൽ കുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് തള്ളിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. അവധിക്കാല ബെഞ്ചിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ഇന്ന് അവധിക്കാല ബെഞ്ച് കൂടുകയും രാവിലെ ഈ ഹർജി പരിഗണിച്ച് വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റുകയുമായിരുന്നു. അല്പസമയം മുമ്പാണ് ഇവർക്ക് ജാമ്യമില്ല എന്ന ഉത്തരവ് പുറത്തു വരുന്നത്. ഏതായാലും ഇവരുടെ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പോലീസ് ഇവർക്കെതിരെയുള്ള നടപടികൾ ശക്തമാക്കാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. ഇത്തരത്തിലൊരു സാധ്യത മുന്നിൽ കണ്ടാണ് നേരത്തെ തന്നെ ഇവർ മുൻകൂർ ജാമ്യവുമായി ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. നേരത്തെ ഈ ടി.വി.കെ നേതാവ് മതിയഴകനെ അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നാലെയാണ് ഈ മറ്റ് രണ്ട് നേതാക്കൾ മുൻകൂർ ജാമ്യം നൽകിയിരുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇവർ പറഞ്ഞിരുന്ന കാര്യം തന്നെ ഇത് വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഇത്തരത്തിലൊരു ദുരന്തമുണ്ടായത്. പോലീസ് സുരക്ഷ നൽകിയിരുന്നില്ല. അതോടൊപ്പം തന്നെ വിജയ പ്രസംഗം തുടങ്ങി 5 മിനിറ്റിൽ വൈദ്യുതി നിലച്ചു. ആൾക്കൂട്ടത്തിലേക്ക് ചെരുപ്പുകൾ എറിഞ്ഞു. ആംബുലൻസ് വന്നതും പരിഭ്രാന്തിക്കിടയാക്കി. ഇത്തരത്തിൽ ഗൂഢാലോചനയാണ് നടന്നിട്ടുള്ളത്. തങ്ങൾ ഇതിൽ തെറ്റുകാരല്ല, തങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുകയാണ്, അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ കോടതി ഇതിൽ വാദം കേട്ട ശേഷം വ്യക്തമാക്കിയത് ഇവരുടെ അന്വേഷണവുമായി സഹകരിക്കണം. വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഇന്ന് തന്നെ നമുക്കറിയാം മദ്രാസ് ഹൈക്കോടതി വലിയ തോതിൽ ടി.വി.കെയെ വിമർശിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇവരോട് അന്വേഷണവുമായി സഹകരിക്കണം എന്ന് വ്യക്തമാക്കി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുള്ളത്. ഷബ്ന സിയാദാണ് ലീഗൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.